എല്ലാവർക്കും നമസ്കാരം. അപ്പൊ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗ്രാമർ പാർട്ട് തന്നെയാണ്. അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ബാങ്ക് എക്സാമിനൊക്കെ വരുന്ന അഡ്ജക്റ്റീവ്സ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ദിവസം ഓൾറെഡി ഞാൻ അഡ്ജക്റ്റീവ്സിന്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇതിൽ നമ്മൾ കുറച്ചുകൂടിയും എക്സാമ്പിൾസ് ഒക്കെ സഹിതം നമ്മൾ നന്നായി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. സോ ഈ വീഡിയോ ഒട്ടും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുക. ബിഫോർ ദാറ്റ് ഞാൻ അക്കാഡമിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് അക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഞാൻ പറയാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. യൂട്യൂബിൽ കിട്ടുന്ന പോലെ തന്നെ ആപ്പിലും സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ഫ്രീ ക്ലാസ്സസ് ആണ്. സോ അതും നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസ്, അതായത് ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സ്റ്റഡി പ്ലാൻസിന്റെ കാര്യം, അതായത് പലരും പല ടൈമിൽ എണീക്കുന്നവരുണ്ട്. ചിലര് രാത്രി ആയിരിക്കും പഠിക്കുന്നവര്, ചിലർ രാവിലെ ആയിരിക്കും പഠിക്കുന്നത്, രാവിലെ എണീറ്റ് പഠിക്കുന്നവരുണ്ട്. സോ പലർക്കും പല ടൈം ആയിരിക്കും പഠിക്കാനൊക്കെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കൊരു സ്റ്റഡി പ്ലാൻ കിട്ടും. അത് മാത്രമല്ല, സ്റ്റഡി മെറ്റീരിയൽസ്, സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമുക്ക് അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഗൈഡ് ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് സ്റ്റഡി ബൂസ്റ്റർ വർക്ക്ഷോപ്സും എല്ലാം നമുക്ക് ഈ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ടെസ്റ്റ് അനാലിസിസ്, അതായത് ടോപ്പ് എക്സാം എക്സ്പേർട്സിന്റെ അടുത്ത് നിന്നായിരിക്കും നമുക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ നമുക്ക് തന്നെ അതിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാകും. ആൻഡ് പേഴ്സണൽ ഗൈഡൻസ് ആണ്, അതായത് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടും. സോ പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസ് ആണ്, അല്ലാതെ നമ്മളൊരു ക്ലാസ് റൂമിലാണെങ്കിലും ഒരു ഫുൾ കുറേ പേർക്ക് ഒരൊറ്റ ഗൈഡല്ല, എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ പേഴ്സണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൻഡ് പ്ലസ് സബ്സ്ക്രിപ്ഷന്റെ ഗുണങ്ങൾ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആ ഒരു സെഷൻ എടുക്കുമ്പോൾ വരികയാണെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക, അപ്പം തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ, ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ആ വീക്കിൽ തന്നെ നമുക്ക് എന്തുമാത്രം നമുക്ക് മനസ്സിലായി എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ക്ലാസ് എക്സാംസും എല്ലാം കാണും. അതുപോലെ അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും, അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ഈ സബ്സ്ക്രിപ്ഷൻ പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും. ഓരോ കോഴ്സിനും ഓരോ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിലെ സിലബസ് എല്ലാം തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും എല്ലാം കാണും. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഇനി അതിന്റെ ഡീറ്റെയിൽസ്, റേറ്റ് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ മാസത്തിന്റെ വെച്ചിട്ടുണ്ട്. അതായത് ഒരു മാസത്തെ കോഴ്സ് ആയിട്ടുള്ളതുണ്ട്, 3 months കോഴ്സ് ഉണ്ട്, 6 months കോഴ്സ് ഉണ്ട്, പിന്നെ 1 year കോഴ്സ് ഉണ്ട്, 2 year കോഴ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് കോഴ്സസ് വരുന്നത്. സോ 1 monthന്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1350 റുപ്പീസ് ആണ് ഒരു മാസത്തേക്ക് വരുന്നത്. 1350 റുപ്പീസ്. പക്ഷേ നിങ്ങൾ ഇപ്പം എന്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് REEBA10 REBA10 എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. അതായത് 1350 റുപ്പീസ് ഒരു മാസത്തിൽ നിങ്ങൾക്ക് 1215 റുപ്പീസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട്, അതായത് ആ റേറ്റിൽ കിട്ടും. മാത്രമല്ല, ഇപ്പൊ 1 month എടുക്കുന്നതിൽ കുറച്ചുകൂടിയും കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഓരോ മാസത്തിന്റെ റേറ്റ് കുറഞ്ഞു കിട്ടും. ഫോർ എക്സാമ്പിൾ 3 months അല്ലെങ്കിൽ 6 months ഒക്കെ നോക്കുകയാണെങ്കിൽ 6 monthsന്റെ ഒരു കോഴ്സിൽ ഒരു മാസം 9000 റുപ്പീസേ വരുന്നുള്ളൂ. അതിൽ തന്നെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ REEBA10 എന്ന കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 900 പെർ മന്ത് എന്നുള്ളത് 810 റുപ്പീസ് പെർ മന്ത് ആകും. അതായത് ഓൾമോസ്റ്റ് ഒരു മാസം 90 റുപ്പീസിന്റെ കുറവ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അതുപോലെ 24 months 2 year പ്ലാൻസ് ഒക്കെ ഉണ്ട്. 2 year പ്ലാൻസ് വളരെ ഒരു ലാഭമായിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അതായത് 325 റുപ്പീസേ ഒരു മാസം വരുന്നുള്ളൂ. 325 റുപ്പീസ് ഉള്ളി. അതിലും കോഡ് വരികയാണെങ്കിൽ, നിങ്ങൾ കോഡ് അപ്ലൈ ആണെങ്കിൽ ഓരോ മാസവും 293 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാത്തിലും 10% ഓഫ് ഉണ്ട്. സോ നിങ്ങൾ കോഡ് മറക്കാതിരിക്കുക. കോഡ് REEB10. എന്റെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫൈൻ, REEBA10. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന്
നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു അവർ ക്ലാസ്. അപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അഡ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും കണ്ടിരുന്നു. നമ്മൾ റൂൾസിലേക്ക് കടന്നിട്ടില്ല, റൂൾസിലേക്കൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ റൂൾസ് നോക്കുന്നില്ല, അഡ്ജക്റ്റീവ്സ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നത്. എല്ലാ എക്സാമ്പിൾസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാണ് പോകുന്നത്. സോ what is an adjective? നമ്മൾ പറഞ്ഞിരുന്നു an adjective is a word that describes a noun or pronoun. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അഡ്ജക്റ്റീവ്. ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കും അഡ്ജക്റ്റീവ്. ഇനി അതല്ലെങ്കിൽ ഒരു സെന്റൻസിൽ വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റിന് ആൻസർ തരുന്ന ഒരു വേർഡ് ആയിരിക്കും അഡ്ജക്റ്റീവ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ്, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഒന്നെങ്കിൽ നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, കുറച്ച് ഒരുപാട് എക്സാമ്പിൾസ് കേട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് പല സെന്റൻസിൽ കാണാൻ പറ്റും. കാരണം നമുക്കിതൊരു ബാങ്ക് എക്സാമിനൊക്കെ വരുമ്പോൾ ഒരു സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എക്സാമ്പിൾ ചെയ്തു തന്നെ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് തരുന്നത്. ഓക്കെ, and first one നോക്കൂ. Lina is a smart girl. Lina is a smart girl. ഇതിൽ ഏതാണ് adjective? Adjective ഏതാണ്? Smart ആണല്ലേ. What kind of girl is Lina? What kind of girl is Lina? Smart girl. And നോക്കിക്കേ, ഇവിടെ girl എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് സ്മാർട്ട് എന്ന adjective അല്ലേ? കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കിക്കേ, പീറ്റർ ഈസ് ഹാൻസം. സോ പീറ്ററിനെയാണ് നമ്മുടെ അഡ്ജക്റ്റീവായ ഹാൻസം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പീറ്റർ എന്ന നൗണിനെ അഡ്ജക്റ്റീവായ ഹാൻസം ഡിസ്ക്രൈബ് ചെയ്യുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പെയിന്റിംഗ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പെയിന്റിംഗ്. എന്ത് മനോഹരമായ പെയിന്റിംഗ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് പെയിന്റിംഗ്? ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് അല്ലേ? സോ എന്താണ് ഇതിൻ്റെ അകത്ത് അഡ്ജക്റ്റീവ്? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ്. Ben is an adorable baby. Ben is an adorable baby. What kind of baby is Ben? Adorable. So ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. Okay. Next നോക്കൂ. Linda's hair is smooth. Linda's hair is smooth. Excuse me. So Linda's hair is smooth. അപ്പം what kind of hair is Linda's? What kind of hair ആണ്? Smooth hair ആണ് അല്ലേ? ലിൻഡേത് സ്മൂത്ത് ഹെയർ ആണ്. സോ സ്മൂത്ത് ആണ് അഡ്ജക്റ്റീവ്സ്. എക്സ്ക്യൂസ് മീ. ഓക്കെ, സോറി. ആൻഡ് നമുക്ക് ബാക്കി എക്സാമ്പിൾസ് നോക്കാം. They live in a beautiful house. They live in a beautiful house. ഇവിടെ what kind of house they live in? എന്ത് ടൈപ്പ് ആണ്? വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നുണ്ടോ നോക്കണം. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ അഡ്ജക്റ്റീവ് എന്താണ്? ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ്. സോ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. മെയിൻ ആയിട്ട് വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റിന് ആൻസർ തരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നോക്കാം. Lisa is wearing a sleeveless shirt today. Lisa is wearing a sleeveless shirt today. So what kind of shirt is Lisa wearing? Sleeveless. Sleeveless. What kind of shirt? Sleeveless. Okay. So എന്താണ് adjective? ആ ഷർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. എന്ത് ടൈപ്പ് ഓഫ് ഷർട്ട് ആണ്? സ്ലീവ്ലെസ് ഷർട്ട് ആണ്. ആൻഡ് ദിസ് സൂപ്പ് ഈസ് നോട്ട് എഡിബിൾ. വാട്ട് കൈൻഡ് ഓഫ് സൂപ്പ്? അത് എഡിബിൾ ആയിട്ടുള്ള സൂപ്പ് അല്ല. ദിസ് സൂപ്പ് ഈസ് നോട്ട് എഡിബിൾ. സോ സൂപ്പിനെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ് എഡിബിൾ എന്ന വേർഡ്. സോ എഡിബിൾ ആണ് അതിന് അഡ്ജക്റ്റീവ്. 9th എക്സാമ്പിൾ നോക്കൂ. She wore a beautiful dress. ബ്യൂട്ടിഫുൾ കാണുമ്പോഴേ അറിയാം അത് അഡ്ജക്റ്റീവ് ആണ്. ഡ്രസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അഗ്ലി ഡ്രസ് ആണോ? അല്ല, വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡ്രസ് ആണത്. ഓക്കെ, അപ്പൊ അവിടുത്തെ അഡ്ജക്റ്റീവ് എന്താണ്? ബ്യൂട്ടിഫുൾ. ആൻഡ് ലാസ്റ്റ് എക്സാമ്പിൾ. He writes meaningless letters. He writes meaningless letters. So എന്താണ്? എന്ത് ടൈപ്പ് ഓഫ്
ലെറ്റേഴ്സ് ആണ്? വാട്ട് കൈൻഡ് ഓഫ് ലെറ്റേഴ്സ്? മീനിങ്ലെസ്. ആ ലെറ്റേഴ്സിനെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത ലെറ്റേഴ്സ് ആണ് അവൻ എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ അഡ്ജക്റ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ? ഇനിയിപ്പോ ഒരു സെന്റൻസിൽ അഡ്ജക്റ്റീവ് വരുമ്പോൾ അത് മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് അഡ്ജക്റ്റീവിനെ നോക്കുന്നതെന്ന്. വാട്ട് കൈൻഡ് ഓഫ് എന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ദിസ് ഷോപ്പ് ഈസ് മച്ച് നൈസർ. ആ ഷോപ്പിനെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ് അല്ലേ? ദിസ് ഷോപ്പ് ഈസ് മച്ച് നൈസർ. സോ എന്താണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? നൈസർ എന്നതാണ് അഡ്ജക്റ്റീവ് അല്ലേ? ഷീ വോ എ ബ്യൂട്ടിഫുൾ ഡ്രസ്. സോറി, ആ എക്സാമ്പിൾ ഐ തിങ്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണോ? യെസ്, വെരി സോറി. ഇതിനകത്ത് എന്താണ്? ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? ഓക്കെ, നമ്മൾ കണ്ടിരുന്നു അത്. ദിസ് ഗ്ലാസ് ഈസ് ബ്രേക്കബിൾ. ആ ഗ്ലാസ് പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ് ആണ്. സോ വാട്ട് കൈൻഡ് ഓഫ് ഗ്ലാസ് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് ബ്രേക്കബിൾ. അത് പൊട്ടിപ്പോകും. ഗ്ലാസിനെ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് അല്ലേ? കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഇടുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നോക്കൂ. ഐ മെറ്റ് എ ഹോംലെസ് പേഴ്സൺ ഇൻ ന്യൂയോർക്ക്. എന്ത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്? വീടുള്ള ആളാണോ? അല്ല, വീടില്ലാത്ത ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ഹോംലെസ് ആണ് അവിടെ അഡ്ജക്റ്റീവ്. ആൻഡ് ജെയിംസ് ഈസ് സ്മാർട്ടർ ദാൻ നവീൻ. ജെയിംസ് നവീനേക്കാൾ സ്മാർട്ടർ ആണ്. സോ സ്മാർട്ടർ ആണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടുപേരെ കമ്പയർ ചെയ്യുകയാണ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവിന്റെ കാറ്റഗറി വരും. അപ്പൊ അതെന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് എന്താണെന്ന് അടുത്ത സെഷൻ, ഈ സെഷനിൽ തന്നെ അടുത്തതിൽ നമുക്ക് കാണാം. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ. നെക്സ്റ്റ് എക്സാമ്പിൾ, ലാസ്റ്റ് സെറ്റ് ആണിത്. He writes beautiful poems. What kind of poem? Beautiful poems. Okay, എന്ത് കൈൻഡ് ആണെന്നുള്ളതാണ്, വാട്ട് കൈൻഡ് ഓഫ് പോയം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ബ്യൂട്ടിഫുൾ പോയംസ്. ഓക്കെ, ഹീസ് എ ഫാസ്റ്റ് ഡ്രൈവർ. അവിടെ ഡ്രൈവർ എന്നൊരാളെ, അതായത് ഡ്രൈവർ എന്നൊരാളെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ്. എന്ത് ടൈപ്പ് ഓഫ്, വാട്ട് കൈൻഡ് ഓഫ് ഡ്രൈവർ? ഹീസ് ഫാസ്റ്റ് ഡ്രൈവർ. സോ ഫാസ്റ്റ് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. ഐ ഹാവ് എ മെസ്സി ഡെസ്ക്. ആ ഡെസ്കിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ലൈക്ക് ക്ലീൻ അല്ല, എന്റെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ഡെസ്ക് ഒന്നും അല്ല, ഒരു മെസ്സി ആയിട്ടുള്ള ഡെസ്ക് ആണ്. സോ മെസ്സി ആണ് അവിടെ അഡ്ജക്റ്റീവ്. മൈ ഫാദർ ഈസ് ടോളർ ദാൻ മൈ ബ്രദർ. മൈ ഫാദർ ഈസ് ടോളർ ദാൻ മൈ ബ്രദർ. എന്റെ ബ്രദറിനേക്കാൾ ടോളർ ആണ് എന്റെ ഫാദർ. മൈ ഫാദർ ഈസ് ടോളർ ദാൻ മൈ ബ്രദർ. ടോളർ അതും ഒരു കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അതെന്താണ് നമുക്ക് കാണാം, ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കൂ. അലക്സ് ഈസ് ആൻ അഡോറബിൾ ബേബി. അലക്സ് ഈസ് ആൻ അഡോറബിൾ ബേബി. അഡോറബിൾ ആയിട്ടുള്ള ഒരു ബേബിയാണ് അലക്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അഡ്ജക്റ്റീവ്സ് കണ്ടു, കുറെ എക്സാമ്പിൾസ് കണ്ടു. നമ്മൾ 20 എക്സാമ്പിൾസോളം കണ്ടു. അപ്പൊ പല രീതിയിലുള്ള സെന്റൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 3 ഡിഗ്രീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ് മുമ്പത്തെ ക്ലാസ്സിൽ. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ആൻഡ് നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, സോ 3 ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ പോസിറ്റീവ് ഡിഗ്രി എന്താണ്? പോസിറ്റീവ് ഡിഗ്രി വെൻ നോ കമ്പാരിസൺ ഈസ് മെയ്ഡ് അല്ലേ? പ്രത്യേകിച്ച് കമ്പാരിസൺ ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? positive degree when no comparison is made. And comparative degree എന്താണ്? when two things are compared. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യപ്പെടുമ്പോഴാണ് comparative degree യൂസ് ചെയ്യുന്നത്. And moving on, superlative degree. Superlative degree എന്താണ്? more than two. രണ്ട് കൂടുതൽ കാര്യങ്ങൾ when we are comparing we have to use superlative degree. അപ്പൊ അതെന്ത് ഡിഗ്രീസിന്റെ മൂന്നിന്റെ ഒരു ഐഡിയ കിട്ടിയത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണിത്. ഡിഗ്രീസിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, സോ നോക്കാം. പോസിറ്റീവ് ഡിഗ്രി, സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്. പോസിറ്റീവ് സ്മാർട്ട് ആണ്. സ്മാർട്ടർ വരുമ്പോൾ രണ്ട് പേരെ കമ്പയർ ചെയ്യുന്നു. സ്മാർട്ടസ്റ്റ് വരുമ്പോ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സ്മാർട്ടസ്റ്റ് വരുമ്പോൾ സ്മാർട്ടസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് ഇതാണ് അല്ലെ? ഹയസ്റ്റ് ഡിഗ്രി ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സോ
സ്മാർട്ടസ്റ്റ് എന്നുള്ളത് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ആണ് സൂപ്പർലേറ്റീവ്. ആൻഡ് സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓൾമോസ്റ്റ് ഒരു 90%, ഞാൻ 90 പറയുന്നുള്ളൂ കേട്ടോ, ഓക്കെ, 90% കമ്പാരിറ്റീവ് ഡിഗ്രി എൻഡ് ചെയ്യുന്നത് ER വെച്ചിട്ടായിരിക്കും. ഓക്കെ, എല്ലാമല്ല, 10% ബാക്കി കിടപ്പുണ്ട്, അതിലേക്ക് നമുക്ക് അടുത്ത് വരാം. സോ 90% ER വെച്ചിട്ടായിരിക്കും. ആൻഡ് ഒരു 90% സൂപ്പർലേറ്റീവ് ഡിഗ്രി എൻഡ് ചെയ്യുന്നത് EST വെച്ചിട്ടായിരിക്കും. വിച്ച് മീൻസ് ഫുൾ അല്ല, 90% ഞാൻ പറഞ്ഞോളൂ, ബാക്കി 10 നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓരോ നോക്കിക്കേ. ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്. സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്. ഹൈ, ഹയർ, ഹയസ്റ്റ്. ബ്രേവ് നോക്കിക്കേ. ബ്രേവ്, ബ്രേവർ, ബ്രേവസ്റ്റ്. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ബ്ലാക്ക്, ബ്ലാക്കർ, ബ്ലാക്കസ്റ്റ്. അതുപോലെ തിക്ക്, തിക്കർ, തിക്കസ്റ്റ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ER അതുപോലെ തന്നെ EST വെച്ചിട്ട് വരുന്നതാണ്. അപ്പം 3 ഡിഗ്രീസിന്റെ കണ്ടു. ഇനി നമ്മൾ കാണുന്നത് പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് തന്നെയാണ്. പക്ഷേ ER EST വെച്ചിട്ടല്ല, മോറും മോസ്റ്റും വെച്ചിട്ടാണ് ഉള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബ്യൂട്ടിഫുൾ. നമുക്ക് ബ്യൂട്ടിഫുള്ളറോ ബ്യൂട്ടിഫുള്ളസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു വേർഡേ ഇല്ല. സോ ബ്യൂട്ടിഫുളിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് മോർ ബ്യൂട്ടിഫുൾ. മോർ കമ്പാരിറ്റീവ് ഡിഗ്രി മോസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുമാണ്, തേർഡ് ഡിഗ്രിയാണ്. സോ ഈ ഏതത് മുമ്പത്തെ സ്ലൈഡിലാണല്ലോ അതെ, സോറി മുമ്പത്തെ എക്സാമ്പിൾസിലാണല്ലോ അതെ, സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന്റെ കൂടെ നമ്മൾ എപ്പോഴും ദ യൂസ് ചെയ്യണം. ദ സ്മാർട്ടസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, ദ സ്ട്രോങ്ങസ്റ്റ്, ദ ഹയസ്റ്റ്. ഇപ്പോഴെല്ലാം ലൈക്ക് സെന്റൻസിന്റെ കൂടെ വരും. ദ ബ്രേവസ്റ്റ്, ദ ഹാപ്പിയസ്റ്റ്, ദ ടോളസ്റ്റ്, ദ ബ്ലാക്കസ്റ്റ്, ദ തിക്കസ്റ്റ്, എല്ലാം നമ്മൾ ദ യൂസ് ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ഒരു കാര്യത്തിലും ഈ സൂപ്പർലേറ്റീവ് വരുമ്പോഴും ഇപ്പൊ മോസ്റ്റും മോറിന്റെ എടുത്ത് ഇപ്പൊ മോസ്റ്റ് വരുമ്പോൾ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഒരു സെന്റൻസ് വരുമ്പോൾ വി ഹാവ് ടു യൂസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാക്കണം. അടുത്ത നമ്മൾ കാണാൻ പോകുന്നതിലും ദ ചേർക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. പോസിറ്റീവ് ഡിഗ്രി ബ്യൂട്ടിഫുൾ, ആൻഡ് വെൻ കമ്മിങ് ടു കമ്പാരിറ്റീവ് ഡിഗ്രി it is more beautiful, and superlative degree it is most beautiful. Clear അല്ലേ? അങ്ങനെ ബാക്കി നോക്കിക്കേ. കൺഫ്യൂസ്ഡ്, മോർ കൺഫ്യൂസ്ഡ്, മോസ്റ്റ് കൺഫ്യൂസ്ഡ്. ഇതൊക്കെ നമുക്ക് ഇറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസിൽ കിട്ടും. അതായത് ചിലപ്പം രണ്ട് കാര്യങ്ങളെ ആയിരിക്കും കമ്പയർ ചെയ്തിരിക്കുന്നത്, പക്ഷെ അവിടെ ചിലപ്പോൾ മോസ്റ്റ് കൺഫ്യൂസ്ഡ് എന്നായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. വി ഹാവ് ടു യൂസ് മോർ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് നിങ്ങൾ ഫെമിലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ആൻഡ് മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. മോർ കൺഫ്യൂസ്ഡ്, മോസ്റ്റ് കൺഫ്യൂസ്ഡ്. ഡിഫിക്കൽട്ട് എങ്ങനെ വരും? മോർ ഡിഫിക്കൽട്ട് ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഫേമസ്, മോർ ഫേമസ്, മോസ്റ്റ് ഫേമസ്. ഈ ഒരു സെറ്റിൽ ഫുൾ ഞാൻ എടുത്തിരിക്കുന്ന മോറും മോസ്റ്റിന്റെ ആണ് കേട്ടോ. ആൻഡ് ഫെയ്ത്ത്ഫുൾ എന്താണ്? മോർ ഫെയ്ത്ത്ഫുൾ, മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ. ആക്റ്റീവ്, ആക്റ്റീവർ എന്നൊന്നും ഇല്ല കേട്ടോ, ആക്റ്റീവ് അങ്ങനെ ഒന്നും ഇല്ല. മോർ ആക്റ്റീവ്, മോസ്റ്റ് ആക്റ്റീവ്. അട്രാക്റ്റീവ്, മോർ അട്രാക്റ്റീവ്, മോസ്റ്റ് അട്രാക്റ്റീവ്. പോപ്പുലർ എങ്ങനെ വരും? മോർ പോപ്പുലർ ആൻഡ് ഇറ്റ്സ് മോസ്റ്റ് പോപ്പുലർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ രണ്ട് സെറ്റ്സ് ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞു 90% ഇതാണ്, അതായത് കമ്പാരിറ്റീവ് ER വരും, സൂപ്പർലേറ്റീവ് EST വരും. ബാക്കി 10% കിടക്കുന്നതാണ് ഇപ്പം ഈ മോറും മോസ്റ്റും അതുപോലെ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. മോർ കൺഫ്യൂസ്ഡ്, മോസ്റ്റ് കൺഫ്യൂസ്ഡ്. മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. സോ ഇങ്ങനത്തെ വേർഡ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മൂവിങ് ഓൺ. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. സോ ആദ്യത്തെ സെറ്റ് നമ്മൾ കണ്ടു ERും ESTയും ആയിരുന്നു നമ്മൾ ചേർക്കേണ്ടത്. രണ്ടാമത്തേൽ വന്നപ്പോ മോറും മോസ്റ്റും ആണ്. ആൻഡ് ഹിയർ നമുക്ക് വേർഡ് തന്നെ മാറുവാണ്. അതായത് ഫസ്റ്റ് വേർഡിൽ നിന്ന് മാറ്റം, നല്ല മാറ്റം വരും. സെക്കൻഡ് തേർഡ് ഏകദേശം സെയിം ആയിരിക്കും, പക്ഷേ ഫസ്റ്റിൽ നിന്ന് കുറച്ച് മാറ്റം വരുന്ന ഒരു കാര്യമാണ്. ആൻഡ് നമുക്ക് നോക്കാം, ഇവിടെയും സൂപ്പർലേറ്റീവിന്റെ കൂടെ, സൂപ്പർലേറ്റീവ് എവിടെ കണ്ടോ അവിടെ നമ്മൾ ദ ചേർക്കണം. വി ഹാവ് ടു ആഡ് ദ. ഒരു സെന്റൻസ് വരുമ്പോൾ ദ ബെസ്റ്റ്, ദ വേഴ്സ്റ്റ്, ദ ലീസ്റ്റ് അങ്ങനെ വരും. സോ നോക്കിക്കേ, പോസിറ്റീവ് ഡിഗ്രി ഗുഡ്. കമ്പാരിറ്റീവ് വരുമ്പോൾ ബെറ്റർ. ഷീ ഈസ് ബെറ്റർ ദാൻ മീ. രവി ഈസ് ബെറ്റർ ദാൻ പീറ്റർ. ഓക്കെ, സോ നോക്കിക്കേ, ഗുഡ്,
better and best. ബെറ്ററിന്റെ സൂപ്പർലേറ്റീവ് ബെസ്റ്റ് ആണ്. ആൻഡ് ഹിയർ നോക്കിക്കേ, ഞാൻ ആദ്യം പറഞ്ഞു സൂപ്പർലേറ്റീവ് 90% EST വെച്ചിട്ടായിരിക്കും. രണ്ടാമത്തേൽ അത് വന്നിട്ടില്ല. ആൻഡ് നോക്കിക്കേ, ഇവിടെയും EST ST എങ്കിലും വരുന്നില്ലേ? EST OST ഒക്കെ അല്ലേ യൂഷ്വലി വരുന്നത്. സോ സൂപ്പർലേറ്റീവ് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും. പിന്നെ മോസ്റ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ആൻഡ് നോക്കൂ, നെക്സ്റ്റ് വേർഡ് നോക്കാം. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. വേഴ്സ്, വേഴ്സ്റ്റ്. അപ്പൊ ഈ ബെറ്ററും ബെസ്റ്റും നമുക്ക് ഗുഡിൽ മാത്രമല്ല വേറെ ഇനി താഴേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡും, ബാഡിന്റെ സൂപ്പർലേറ്റീവ് ആണ് വേഴ്സ്റ്റ്, വേഴ്സ്റ്റും കമ്പാരിറ്റീവ് വേഴ്സും ആണ്. സോ അത് നമുക്ക് ഈ ബാഡിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് നെഗറ്റീവ് വേർഡ്സിൽ നമ്മൾ വേഴ്സ്, വേഴ്സ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതും കൂടെ നമുക്ക് കാണാം. ആൻഡ് ബാഡ് വരുമ്പോൾ വേഴ്സ് ആൻഡ് വേഴ്സ്റ്റ്. സോ വേഴ്സും വേഴ്സ്റ്റും വേറെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്, താഴേക്ക് നമുക്ക് നോക്കാം. അടുത്തത് ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. ലിറ്റിൽ എന്താണ്? ലെസ് എന്ന് എടുക്കാം, അതുപോലെ തന്നെ ലീസ്റ്റ് എന്നും എടുക്കാം. ലെസ് കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്താണ്? ലീസ്റ്റ്. വെൽ, ബെറ്റർ, ബെസ്റ്റ്. കണ്ടോ, ഗുഡിനും വെല്ലിനും നമ്മൾ ബെറ്റർ, ബെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതിനൊക്കെയാണ്? ഗുഡിനും അതെ, അതുപോലെ തന്നെ വെല്ലിനും, രണ്ടിനും നമ്മൾ ബെറ്റർ, ബെസ്റ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കിക്കേ, മച്ച്, മോർ, മോസ്റ്റ്, മെനി, മോർ, മോസ്റ്റ്. അപ്പം മച്ചിനും മെനിക്കും നമ്മൾ മോർ, മോസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, മച്ചിനും മെനിക്കും ഈ രണ്ട് കാര്യത്തിനും നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോർ എന്താണ്? മോർ നമ്മൾ കണ്ടല്ലേ, മോർ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ആൻഡ് സൂപ്പർലേറ്റീവ് എന്താണ്? മോസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് ഈവിൾ. ഈവിൾ, വേഴ്സ്, വേഴ്സ്റ്റ്. ആൻഡ് ഇൽ, വേഴ്സ്, വേഴ്സ്റ്റ്. സോ ബാഡിന് മാത്രമല്ല വേഴ്സും വേഴ്സ്റ്റും നമ്മൾ ചേർക്കുന്നത്, വേറെ എന്തിനൊക്കെ ചേർക്കണം ഈ വേഴ്സും വേഴ്സ്റ്റും നോക്കിക്കേ. ഈ രണ്ടെണ്ണത്തിന് നമ്മൾ വേഴ്സും വേഴ്സ്റ്റും അല്ലേ ചേർക്കുന്നത്. ഏതിനൊക്കെയാണ്? ബാഡിനതേ, ഈവിൾ ആൻഡ് ഇൽ. ഇൽ നോക്കിക്കേ. സോ ഈ മൂന്നെണ്ണത്തിന് നമ്മൾ ചേർക്കുന്നത് എന്താണ്? വേഴ്സ് ആൻഡ് വേഴ്സ്റ്റ് ആണ്. ഇതിനെന്താണ്? ഈവിൾ, ഇല്ലിനെന്താണ്? കമ്പാരിറ്റീവ് എന്താണ്? വേഴ്സ് ആണ് അല്ലേ. And coming to the superlative, it is worst. Okay, so ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഇത്രയും നോക്കിയത് ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോ കണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് കണ്ടു, ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു. അതായത് നൗണോ പ്രോനൗണോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കും അഡ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കും അഡ്ജക്റ്റീവ്. അടുത്ത് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് കണ്ടു, ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു. നമ്മളൊരു 20 എക്സാമ്പിൾസോളം കണ്ടിട്ടുണ്ട്. സോ ഇനി അഡ്ജക്റ്റീവ്സ് തെറ്റിക്കരുത്. ഓക്കെ, ഓരോ സെന്റൻസിലും ഏതാണ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് അതിനുശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ നോക്കി, അതുപോലെ പോസിറ്റീവ് ഡിഗ്രി നോക്കി, സൂപ്പർലേറ്റീവ് ഡിഗ്രി നോക്കി. ഡെഫിനിഷൻ അറിയാലോ അല്ലേ? അതായത് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ when no comparison is made, and comparative degree എന്ന് പറയുമ്പോൾ when two things are compared, and superlative degree എന്ന് പറയുമ്പോൾ more than two things are compared. So smart, smarter, smartest, big, bigger, biggest, ERും ESTയും വെച്ച് വരുന്ന വേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തത് വരുമ്പോൾ more beautiful, most beautiful. മോറും മോസ്റ്റും യൂസ് ചെയ്ത് നമ്മൾ കുറെ വേർഡ്സ് കണ്ടു. അത് കൺഫ്യൂസ്ഡ് ആവരുത്. യെസ്, കൺഫ്യൂസ്ഡിന് വരെ അതാണ് മോർ കൺഫ്യൂസ്ഡ്, മോസ്റ്റ് കൺഫ്യൂസ്ഡ്. സോ കുറച്ച് വേർഡ്സ് ഇങ്ങനത്തേത് നിങ്ങൾ നോക്കി വെക്കുക, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി. ആൻഡ് നെക്സ്റ്റ് നോക്കിക്കേ, ലാസ്റ്റ് എന്താണ് കണ്ടത്? പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഏതൊക്കെയാണ് കണ്ടത്? വേറെ വേർഡ്സ് വരുന്നത്. അതായത് ഗുഡ്, സാധാരണ നമുക്ക് ERും ESTയും വെച്ച് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ മോർ ഗുഡ്, മോസ്റ്റ് ഗുഡ് എന്നൊന്നും പറ്റത്തില്ല. ഇത് നമ്മളെ വേർഡ്സ് പഠിച്ചു തന്നെ ഇരിക്കണം. പക്ഷെ സിമ്പിൾ ആണ്. ഗുഡ് ആൻഡ് വെൽ, ഗുഡിന് വെല്ലിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബെറ്റർ, ബെസ്റ്റ്. ആൻഡ് ഈവിൾ, ഇല്ലിന് എന്താ യൂസ് ചെയ്യുന്നത്? ബാഡ്. ഈവിൾ, ഇല്ലിന് എന്തൊക്കെയാ യൂസ് ചെയ്യുന്നത്? വേഴ്സ്, വേഴ്സ്റ്റ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. സോ ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. വെൽ, വെൽ നമ്മൾ കണ്ടു, ബെറ്റർ, ബെസ്റ്റ്. And muchനും മെനിക്കും we are using more and most. More is the comparative degree for much and many, and most is the comparative degree for both much and many. Superlative degree. Okay. And evil, ill നോക്കിക്കേ നമ്മൾ കണ്ടിരുന്നു. ബാഡും ഈവിളും ഇല്ലും എന്താ വരുന്നത്? വേഴ്സും വേഴ്സ്റ്റുമാണ്. സോ ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഓരോ സെഷനും നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമുക്ക് ഈ റൂൾസും കാര്യങ്ങളും എല്ലാം കാണാം.
സോ അഡ്ജക്റ്റീവ്സ് തന്നെ നോക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ്. നമ്മൾ ഇനി ബാക്കി എല്ലാം പഠിച്ചിട്ടുണ്ട്. അതായത് നൗൺസും വേർബ്സും പ്രോനൗൺസും അഡ്വേർബ്സും എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം നമ്മൾ റൂൾസ് പഠിക്കും, ആർട്ടിക്കിൾസിന്റെ ഒക്കെ റൂൾസ് പഠിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എല്ലാം കൂടി ഒരു മോക്ക് സെഷൻ പോലെ നടത്താം. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് വരും. കാരണം ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അത് മാത്രം നമ്മൾ പഠിക്കുന്നു, അതിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. പക്ഷെ ഒരു എക്സാമിന് വരുമ്പോൾ നമുക്ക് അത് മാത്രമല്ല, നമുക്ക് എല്ലാം കൂടെ വരില്ല. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കണം. അപ്പൊ അതിന് മുമ്പ് ഞാൻ ക്ലാസ്സസ് ഇട്ടിരിക്കും. അതിനുശേഷം നമുക്ക് മോക്ക് എടുക്കാം. ആൻഡ് ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നിങ്ങൾ മറക്കരുത്. വളരെ യൂസ്ഫുൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, വേണമെങ്കിൽ ഒന്നുകൂടെയും അതിന്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് പറയാം. അതായത് സ്റ്റഡി പ്ലാൻസ് ഉണ്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് ഉണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ആയിരിക്കും എല്ലാം, വീക്ക്ലി ടെസ്റ്റുകളുണ്ട്, സ്ട്രക്ചേർഡ് കോഴ്സുകളായിരിക്കും, അൺലിമിറ്റഡ് ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്, പേഴ്സണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതുപോലെ ടെസ്റ്റ് അനാലിസിസ് ഉണ്ട്. അതായത് ടോപ്പ് ആയിട്ടുള്ള എക്സാം എക്സ്പേർട്സ് ആയിരിക്കും ഇതിൽ ക്ലാസ്സസ് എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും എല്ലാം എക്സ്പേർട്സ് ആയിരിക്കും ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റേറ്റിന്റെ കാര്യങ്ങളൂടെ ഒന്ന് നോക്കുക. അതായത് റേറ്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1 മന്തിന്റെ ആണെങ്കിൽ 1350 ആണ് വരുന്നത്. പക്ഷെ എന്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 10% ഓഫ്. ആൻഡ് ദ റേറ്റ് ഈസ് 1215 ആണ്. ആൻഡ് 3 മന്ത്സിന്റെ ആണെങ്കിൽ 3 മന്ത് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? 3 മാസത്തേക്കാണെങ്കിൽ 3400 ആണ് വരേണ്ടത് ടോട്ടൽ ആയിട്ട്. അല്ലെങ്കിൽ ഒരു മാസം 1200 ആണ് വരേണ്ടത്. അത് തന്നെ ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട്. എത്രയാ വരുന്നത്? 10% അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് 1020 rupees. ഞാൻ പേഴ്സണലി ഏത് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 year പ്ലാനേ സജസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസ് അനുസരിച്ച്, നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ആദ്യം എങ്ങനെയുണ്ട് ക്ലാസ്സസ് അറിയാൻ വേണ്ടി വേണമെങ്കിൽ ചിലർ 1 month എടുത്തിട്ട് അതിന് ശേഷം 2 yearsന്റെ കോഴ്സസ് എടുക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നീഡായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാം ലോങ് ടേം കോഴ്സ് ആയിരിക്കും. 24 months, അതായത് 2 years കോഴ്സ് അല്ലെങ്കിൽ 1 year കോഴ്സസ് ഒക്കെ ആയിരിക്കും. കാരണം നമുക്ക് 1 മന്തിന്റെ വരുമ്പോൾ ഒരു മാസം 1350 ആണ്. ആ ഒരു മാസത്തിന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2 years എടുക്കുകയാണെങ്കിൽ 2 വർഷക്കാലം ഫുൾ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാ കോഴ്സസും കാണാൻ പറ്റും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും. 2 years വരുന്ന എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടും. മാത്രമല്ല ഈ 1350 1 മന്തിന് ആണെങ്കിൽ വരുന്നത് വെറും 325 rupees ആണ് ഒരു മാസത്തേക്ക് വരുന്നത്. 325 rupees. അത് തന്നെ എന്റെ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 293 rupees വരുന്നുള്ളൂ. നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഓരോ മാസവും 293 വെച്ചിട്ടേ വരുന്നുള്ളൂ. സോ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക ഈ 24 months പ്ലാൻ അല്ലെങ്കിൽ 12 months പ്ലാൻസ് ആണ്. പക്ഷെ നിങ്ങളുടെ നീഡ് അനുസരിച്ച് എടുക്കുമ്പോൾ ഒരു 6 months എങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് റേറ്റിൽ കുറച്ചുകൂടിയും ലാഭം തോന്നും. ഓക്കെ, സോ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിലും എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ മറക്കാതെ കൊടുക്കുക. REBA10 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 എന്നാണ് കോഡ്. REEBA10. സോ ഈ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, സോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ വേറെ ഏതെങ്കിലും സെഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ നീഡ് എന്താണെന്നും കൂടെ വീഡിയോയുടെ താഴെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കുറച്ചുകൂടി നല്ല നല്ല ക്ലാസ്സുകൾ എടുക്കാം. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്വയറീസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുക. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. സോ ഇതിന്റെ PDF ഇതിന്റെ കൂടെ ഞാൻ ഇട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ലിങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സൈഡിലായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ചാനൽ ഇടുന്ന എല്ലാ വീഡിയോസും അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ചിലർ പറയും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല, പക്ഷെ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണത്തില്ലായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും നോട്ടിഫിക്കേഷൻസ് വരാത്തത്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. So thank you for watching. Thank you.